അമ്മമ്മേ, അമ്മമ്മയുടെ പേരെന്താ അമ്മമ്മേ? അമ്മുക്കുട്ടി അമ്മ. അമ്മുക്കുട്ടി അമ്മേനെ വിളിച്ചാ മതി. അമ്മുക്കുട്ടി അമ്മേ. അമ്മുക്കുട്ടി അമ്മ എവിടുന്നാ? ഞാൻ അങ്ങ് ആലപ്പുഴന്നാ വരുന്നത്. ആലപ്പുഴയിൽ അമ്മ അവിടെയാണോ വീട്? അല്ല, അങ്ങ് മങ്കമ്പാ എന്റെ കുടുംബം. എനിക്ക് ഈ ചിത്രക്കുഞ്ഞിനെ കാണാൻ ഭയങ്കര കൊതിയാ. എന്നോട് ഒരാൾ പറഞ്ഞു ചിത്രക്കുഞ്ഞിന് ഭഗവാൻ കൃഷ്ണന്റെ പാട്ട് വലിയ ഇഷ്ടമാണെന്ന്. അപ്പം ഞാൻ മനോട് ചോദിച്ചു, എൻ്റെ ചിത്രക്കുഞ്ഞിനെ എനിക്ക് കാണണം, എനിക്ക് ആ കുഞ്ഞിനെ കാണണം, ശരത്ത് കുഞ്ഞിനെ കാണണം. ആ കുഞ്ഞിനെ ഇഷ്ടമാണോ ചിത്രക്കുഞ്ഞിനെയാണോ? രണ്ടുപേരെ ഇഷ്ടമാ. എൻ്റെ ചിത്രക്കുഞ്ഞ് കൊള്ളാം. അമ്മുക്കുട്ടി അമ്മേനെ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമ്മുക്കുട്ടി അമ്മ പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഉണ്ട്. മോനെ എല്ലാം മറന്നു പോയി. പിന്നെ ഞാൻ കുറച്ച് ഓർക്കില്ല, ഒരു 5-6 പേര് പാടാം. ശരി ശരി ശരി. ഗുരുവായൂരപ്പന്റെ പാട്ട് പാടാം, ഭഗവാൻ കൃഷ്ണന്റെ. ചിത്ര ചേച്ചിക്ക് ഇഷ്ടം പാടാം. എന്റെ കുഞ്ഞിന് ഇഷ്ടമാ. റെഡി. അപ്പൊ ആദ്യമേ ചക്കര വന്ന് പാടാം. ചക്കര പന്തലിൽ തേന്മലരൊരിയും ചക്രവർത്തി കുമാര നിന്മനോരാജത് രാജകുമാരിയായി വന്നു നിൽക്കാനൊരു മോഹം, വന്നു നിൽക്കാനൊരു മോഹം. ദാഹിച്ചു മോഹിച്ചു നിൻ പ്രേമയമുനയിൽ താമരവള്ളം തുഴയാൻ, താമരവള്ളം തുഴയാൻ. ചക്കര പന്തലിൽ തേന്മഴ ചൊരിയും ചക്രവർത്തി കുമാര നിന്മനോരാജത്ത് രാജകുമാരിയായി വന്നു നിൽക്കാനൊരു മോഹം. കരളിലുറങ്ങും കരൾ കാണാക്കിരി കാത്തിരിപ്പൂ നിന്നെ, കനകസ്മരണകൾ നീട്ടിയ കൈത്തിരി കാത്തിരിപ്പൂ നിന്നെ. ചക്കര പന്തലിൽ തേന്മഴ ചൊരിയും ചക്രവർത്തി കുമാര നിന്മനോരാജ്യത്ത് രാജകുമാരിയായി വന്നു നിൽക്കാനൊരു മോഹം, വന്നു നിൽക്കാനൊരു മോഹം. അയ്യോ അമ്മമ്മ, ഞങ്ങൾക്ക് എല്ലാരും അമ്മമ്മയോട് ഭയങ്കര ഒരു പ്രേമം, ഒരു രക്ഷയില്ല. അപ്പൊ ഇനി ചിത്ര ചേച്ചിക്ക് വേണ്ടി കുഞ്ഞിനെ ചിത്രക്കുഞ്ഞിന് ഒരു നേരം ഒരു വട്ടം കൂടി തോഴണമെന്ന്, ഒരു വട്ടം കൂടി തോഴുമ്പോഴും തോമും ഇതുവരെ തൊഴുതതു പോരെന്ന്. കൃഷ്ണ 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 ഹരേ ഗോവിന്ദ, കൃഷ്ണ കൃഷ്ണ ഹരേ ഗോവിന്ദ. അമ്മമ്മയ്ക്ക് ചിത്രക്കുഞ്ഞിന്റെയും ശരത്ത് കുഞ്ഞിന്റെയും പാട്ടുകളൊക്കെ അമ്മമ്മ കേൾക്കാറുണ്ടോ? കേട്ടിട്ടുണ്ട്. അകതാരിൽ പെരുകുന്നോരീ വിചാരം ഗുരുവായൂരമ്പല നടയിൽ. കൃഷ്ണ 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 ഹരേ ഗോവിന്ദ, കൃഷ്ണ കൃഷ്ണ ഹരേ ഗോവിന്ദ. ബ്രഹ്മാണ്ഡം ദർശിച്ചു നിൽക്കുമ്പോൾ തോമും അണിവാക ചാതു തോരണമെന്ന്, അണിവാക ചാർത്തിൽ മതിമഴക്കേകുമു അലങ്കാര പൂജ തോരണമെന്ന്. കൃഷ്ണ 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 ഹരേ ഗോവിന്ദ, കൃഷ്ണ കൃഷ്ണ ഹരേ ഗോവിന്ദ. സന്ധ്യയ്ക്കു തൊഴുതു നിൽക്കുമ്പോൾ തോമും, സന്ധ്യയ്ക്കു തൊഴുതു നിൽക്കുമ്പോൾ തോമും എന്തോരു ഭംഗിയൻ കണ്ണനെന്ന്. സന്ധ്യയ്ക്കു തൊഴുതു നിൽക്കുമ്പോൾ തോമും എന്തോരു ഭംഗിയൻ കണ്ണനെന്ന്. ആ ഭംഗി വരുമ്പോൾ
എന്ന് കൃഷ്ണ 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 ഹരേ ഗോവിന്ദ കൃഷ്ണ കൃഷ്ണ ഹരേ ഗോവിന്ദ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അമ്മമ്മക്ക് ഇത്ര എനർജി എവിടുന്നാ? ഞാൻ സംഗീതമൊക്കെ പഠിച്ചതാ, എല്ലാം മറന്നു പോയി. എൻ്റെ ബുക്കാണെങ്കിൽ കട്ടുകൊണ്ട് പോയി. ഞാൻ എന്ത് ചെയ്യും? സംഗീതം പഠിച്ചു, തിരുവാതിര പഠിച്ചു, 6ാം ക്ലാസ് വരെ പഠിച്ചോളൂ. പഠിച്ചിട്ട് ജോലി കിട്ടിയേനെ. ആന്നോ? അതേ മോനെ, എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല, മലയാളം 6 വരെ പഠിച്ചോളൂ. പക്ഷെ അമ്മമ്മ എല്ലാരും പറയുന്നു അമ്മമ്മയുടെ ഈ ആലപ്പുഴ ചേർത്തല ഏരിയയില് ആർക്ക് സങ്കടം ഉണ്ടെങ്കിലും അമ്മമ്മയുടെ അടുത്ത് വന്ന് 2 മിനിറ്റ് ഇരുന്നാൽ മതി, തിരിച്ചു പോകുമ്പോൾ വളരെയധികം സന്തോഷമായിരിക്കുന്നു. അപ്പൊ ചിത്രക്കുഞ്ഞിന് എന്താ അമ്മമ്മയോട് പറയാനുള്ളത് ചോദിക്കാം. ചിത്രക്കുഞ്ഞ് എന്താ പറയണ്ട, ആദ്യം തന്നെ നമസ്കാരം പറയുന്നു. പാട്ട് കേട്ട് ഉഗ്രനായിട്ട് പാടി നല്ല രസമായിട്ട് ഞങ്ങളൊക്കെ ഇവിടെ പറയായിരുന്നു. നല്ലൊരു എനർജിയോടുകൂടി തന്നെ അത്രയും സന്തോഷമായിട്ട് പാട്ട് കേട്ടപ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷം ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടി. എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ശരത് കുഞ്ഞേ, ഞാൻ അമ്മുക്കുട്ടി അമ്മയ്ക്ക് നമസ്കാരം. കണ്ടതിൽ കുറേ സന്തോഷം. ശരി, ഈ എനർജി ഈ ചെറുപ്പക്കാർക്ക് കിട്ടിയിരുന്നെങ്കിൽ നമ്മുടെ ഇന്ത്യ രക്ഷപ്പെട്ടേനെ. അമ്മുക്കുട്ടി അമ്മേ, ഐ ലവ് യു. വേണ്ട എടാ വേണ്ട. എടാ വേണ്ട, ഇവനെ വേണ്ട, അവളെ വേണ്ട, വേണ്ട. ഇതാണ് ഞങ്ങളുടെ ന്യൂ ജൻ അമ്മുക്കുട്ടി അമ്മ. അമ്മുക്കുട്ടി അമ്മ ഇങ്ങനെ പിടിച്ചോ മാം. യോ യോ, അവരെ വേണ്ട, ഇവനെ വേണ്ട, ആരെ വേണ്ട, അമ്മുക്കുട്ടി അമ്മയെ മാത്രം വേണ്ട. അമ്മുക്കുട്ടി അമ്മ നമ്മളെല്ലാരും അറിയാൻ കാരണം അമ്മുക്കുട്ടി അമ്മയുടെ ആ വീഡിയോ എടുത്ത് അത് യൂട്യൂബിൽ ഇട്ട ആളാണ് അല്ലെ? ആരാ അമ്മ വീഡിയോ എടുത്തത്? എന്റെ കുഞ്ഞാണോ ഇരിക്കുന്നു? ദാണ്ടേ വാണ്ടേ 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 വാങ്ങോ. അദ്ദേഹത്തിന്റെ പേര് ബിനു. ബിനു ആണ് അമ്മുക്കുട്ടി അമ്മയുടെ വീഡിയോ എടുത്തിട്ടത്. ബിനു, എന്തുകൊണ്ടാണ് ആ വീഡിയോ ഇതിന്റെ യൂട്യൂബിൽ ഇടാൻ തോന്നിയത് ബിനുവിന്? അമ്മുക്കുട്ടി അമ്മ എൻ്റെ ചേച്ചിയുടെ അയൽവാസിയാണ്. അമ്മുക്കുട്ടി അമ്മ ഞാൻ ചെല്ലുമ്പം നല്ല പാട്ടുകളും നല്ല കഥകളും പറഞ്ഞു തരും. അത് കേട്ടിരുന്നു, കുറേ നാൾ കേട്ടിരുന്നപ്പം ഒരു ദിവസം ഞാൻ അറിയാതെ എൻ്റെ മൊബൈലിലെടുത്ത് കഴിഞ്ഞപ്പം എനിക്ക് തോന്നി അതൊന്ന് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യണമെന്ന്. അതെൻ്റെ കുറേ ഫ്രണ്ട്സിന് വേണ്ടി ഞാൻ ടാഗ് ചെയ്തു. ആദ്യം ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തു. അന്നേരം അവർ പറഞ്ഞാണ് യൂട്യൂബിലിടാൻ പറഞ്ഞത്. അങ്ങനെയാണ് ഞാൻ യൂട്യൂബിലിട്ടത്. ഇപ്പൊ എത്ര ആൾക്കാർ കണ്ടിട്ടുണ്ടാവും? ഇപ്പം അതറിയില്ല, കുറെ ആൾക്കാർ കണ്ടിട്ടുണ്ട്. ഇപ്പൊ എന്തായാലും ആ ഒരു ബിനുവിന്റെ വീഡിയോ കാരണം ഈ അമ്മുക്കുട്ടി അമ്മ എത്തി നിൽക്കുന്നത് ചിത്ര ചേച്ചിയുടെയും ശരത് സാറിന്റെയും മുമ്പിലാണ്. ബിനു കൂടെ തന്നെ. അത് തന്നെ വളരെ സന്തോഷം എനിക്ക് തോന്നി, ചിത്ര ചേച്ചിയും ശരത് സാറിനെയും കാണുവാനായിട്ടും. അതെ, അമ്മമ്മയുടെ സംഗീതമാണ്. അത് മാത്രമല്ല ഈ ഇരിക്കുന്ന പാട്ടുകാർ ഇവരെയും ഒരുമിച്ച് കാണാൻ സാധിച്ചത് വളരെ സന്തോഷം. സ്വരങ്ങൾ പാടും അമ്മ. ഗരി സരി ഗരി ഗമ ഗമ പമ പദ പദ നി ധനി സനി സനി സാ സാരാ മാറൂലു ഞാരി രാ സാ സാരി ഗമ ഗരി സരി ധനി പമ ഗരി സരി ഗരി ഗമ ഗമ പമ പദ പദ നി ധനി സനി സനി സാ താങ്ക് യു സോ മച്ച്. അമ്മുക്കുട്ടി അമ്മയുടെ മോളെവിടെ? ബീന. ബീന ചേച്ചി, സ്വാഗതം ഇന്ത്യൻ മ്യൂസിക് ലീഗിലേക്ക്. അമ്മ എപ്പോഴും പാട്ടാണോ? എപ്പോഴും പാടും. പാട്ട് പാടിയാ പിന്നെ നിർത്തൂല അമ്മ. എനിക്കിഷ്ടമല്ല എപ്പോഴും പാട്ടോട് പാട്ട്. അത് ശരിയാ, അമ്മച്ചിക്ക് ഭയങ്കര എനർജിയാ. ഇങ്ങനെ ഇടയ്ക്ക് വീഡിയോ ഒക്കെ കാണുമ്പോൾ കുഴപ്പമില്ല, പക്ഷെ ഫുൾ ടൈം അമ്മച്ചി പാടാം. അമ്മ പാടുമ്പോ ബീന ചേച്ചി മതിയാവും എന്ന് പറയണോ? അവൾ വഴക്ക് പറയും, എനിക്ക് തിളച്ച് കയറി വരും. പക്ഷെ അമ്മച്ചി ഭയങ്കര പാട്ടാ അമ്മുമ്മ. അമ്മുക്കുട്ടി അമ്മ നമുക്കിവിടെ വന്ന് നമുക്ക് വേണ്ടി ഇത്രയും പാട്ടൊക്കെ പാടുത്തുന്നില്ലേ, അപ്പൊ അങ്ങോട്ടൊരു ഡെഡിക്കേഷൻ കൊടുക്കണം. ഞാനും ശരത്തും കൂടെ ഒരു 4 വരി ഞങ്ങൾ രണ്ടും കൂടെ പാടാം. കണി കാണും നേരം കമല നേത്രന്റെ നിറമേറും മഞ്ഞൾ തൊഴിൽ ചാർത്തി കനകത്തിൻ നീളി വളകൾ മോതിരം അണിഞ്ഞു കാണണം ഭഗവാനെ. കണി കാണും നേരം കമല നേത്രന്റെ നിറമേറും മഞ്ഞൾ തൊഴിൽ ചാർത്തി കനകത്തിൻ നീളി വളകൾ മോതിരം അണിഞ്ഞു കാണണം ഭഗവാൻ.
അമ്മമ്മക്ക് ഇവിടുന്ന് പോണോ? ഇല്ല പോണ്ടാ, എന്നെ പോണ്ടാ, ഇവിടെ അവന് വേണ്ടാ വേണ്ടാ. I love her, man. ഇങ്ങനെ വേണം അല്ലേ ജീവിതം? വേണ്ടാ അവളെ ഇവളെ എനിക്ക് വേണ്ടാ വേണ്ടാ. നമുക്ക് ഡാൻസ് ചെയ്യോ? ഡാൻസ് പഠിച്ചിട്ടില്ല, എന്നാലും വലിയ ഇഷ്ടം ഡാൻസിനോട്. വലിയ ഇഷ്ടമാണ് ഡാൻസ് ചെയ്യാൻ. അവള് വേണ്ട ഇവള് വേണ്ട, ഈ കാണുന്ന വെൾമാരൊന്നും വേണ്ട, ലവ് വേണ്ട നമുക്ക് വേണ്ട, ഇവിടല്ലേലും സിമത്തും കോണ്ട. മുട്ടി നടക്കാൻ തൊട്ടുരുമ്മിയിരിക്കാൻ 24/7 ഫുൾ ഡേറ്റിംഗ് കളിക്കാൻ, കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പുറകെ നടന്നിട്ടും വല വീശി എറിഞ്ഞിട്ടും നോ റിപ്ലൈ. തല്ല പോലും സഹിക്കാത്ത കോസ്റ്റ്യൂംസ് വലിച്ചു കെട്ടി ഒലിപ്പിച്ച് നടന്നിട്ടും നോ റിപ്ലൈ. വേണ്ട ലവ് വേണ്ട, ഇവിടല്ലേലും സിമത്തും കോണ്ട. ും വാങ്ങി കൂട്ടുകാരെ സോപ്പിട്ട് ബൈക്ക് ഒരെണ്ണം വാങ്ങി. നോ റിപ്ലൈ, സ്റ്റിൽ നോ റിപ്ലൈ. അവിടെ വീട്ടുകാരെ ഓടിച്ചിട്ട് നാട്ടുകാര് കല്ലെറിഞ്ഞു, കൂട്ടുകാരെ കൈയൊഴിഞ്ഞു. ഒറ്റയ്ക്കായി സെനിമെന്റ്സ് വർക്കൗട്ടായി, പെണ്ണ് വലയിലായി, ചെക്കൻ പുലിയുമായി. ടോട്ടൽ ചേഞ്ച് ഔട്ടായി, ഡെയിലി ടേക്ക് ഔട്ടായി. പിന്നെ 4 മാസം കഴിഞ്ഞപ്പോൾ ബ്രേക്കപ്പായി. അവള് വേണ്ട, അവള് വേണ്ട. താങ്ക് യു സോ മച്ച് അമ്മുക്കുട്ടി അമ്മ. നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾക്ക് ഈ പ്രായമായാലും ഉള്ളിലുള്ള യുവത്വം ഇങ്ങനെ തന്നെ നമുക്ക് കാത്തു സൂക്ഷിക്കാൻ സാധിക്കട്ടെ എന്ന വലിയൊരു എക്സാമ്പിളാണ് അമ്മുക്കുട്ടി അമ്മ നൽകിയിരിക്കുന്നത്. അതൊരു പ്രചോദനമായി ഞങ്ങൾ എല്ലാവരും എടുക്കുന്നു. താങ്ക് യു സോ മച്ച് അമ്മ. തീർച്ചയായിട്ടും ഇത് നമ്മുടെ നാട്ടുകാർ പഠിക്കേണ്ട ഒരു കാര്യമാണ് അല്ലേ? ദ സ്പിരിറ്റ്, ദ ലൈഫ്, ദ ജേർണി. താങ്ക് യു സോ മച്ച്. അവള് വേണ്ട ഇവള് വേണ്ട, ഈ കാണുന്ന വെൾമാരൊന്നും വേണ്ട, ലവ് വേണ്ട നമുക്ക് വേണ്ട, ഇവിടല്ലേലും സിമത്തും കോണ്ട.